നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലഞ്ഞ് ജനം. സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. യാത്രികരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ബുദ്ധിമുട്ടിലായി. പലയിടത്തും സമര അനുകൂലികൾ കടകൾ അടപ്പിച്ചു. അതേസമയം തൃശൂരിൽ ഹർത്താൽ ബാധിച്ചിട്ടില്ല. പതിവ് പോലെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെ ബോർഡിന്റെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം ബോർഡിന്റെ പരിഗണനയിൽ ഉണ്ട്. സംസ്ഥാനത്ത് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കുക. ബില്ല് കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പു പറയാനാകില്ലെന്നും ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്നുമായിരുന്നു വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. 6 മണി മുതൽ പീക്ക് അവറാണ്. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കൂടുന്ന സമയം. പീക്ക് അവറിൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സംസ്ഥാനത്തെവിടെയും വൈദ്യുതി മുടങ്ങാം. ഓരോ പ്രദേശത്തും അതാത് ട്രാൻസ്ഫോമറുകളുടെ അമിത ലോഡ് നിയന്ത്രിക്കാനാണ് വൈദ്യുതി ക്രമീകരണം. അല്ലെങ്കിൽ ലോഡ് താങ്ങാനാകാതെ വൈദ്യുതി വിതരണ ശൃംഖല തകരാറിലാകുമെന്നാണ് KSEB വിശദീകരിക്കുന്നത്. സാധ്യമായ സന്ദർഭങ്ങളിൽ ഇക്കാര്യം KSEB ഉപഭോക്താക്കളെ SMS വഴി മുൻകൂട്ടി അറിയിക്കും. അപ്രഖ്യാപിത പവർ കട്ട്. എരുമപ്പെട്ടിയിലെ KSEB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധം. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് പുലർച്ചെ 4 മണിവരെ തുടർന്നു. പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് എരുമപ്പെട്ടിയിലെ കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിൽ എത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KSEB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറന്റ് ഇല്ലാതെ വലഞ്ഞ പല പ്രദേശങ്ങളിലുമുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. നിങ്ങളോട് അപമര്യാദയായിട്ട് വാക്ക് സംസാരിക്കുകയോ മോശമായിട്ട് പ്രവർത്തിക്കുകയോ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി കലാപുണ്ടാക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തുള്ളത് വന്ന് നിൽക്കണേ? ഞങ്ങളുടെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കണേ, നിങ്ങൾക്ക് ശമ്പളം ഇരിക്കണേ. ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളവരൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് പെരുമാറും. ഇത്ര ആളുകൾ നാളെ നേരം വിളിച്ചാൽ ജോലിക്ക് പോണ്ടേ? നാളത്തെ പൈസ ഇനി നാളെ എന്ത് ഒരു മര്യാദയില്ലേ? ജോലിക്ക് പോണ്ട മനുഷ്യന്മാരാണല്ലോ. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയല്ലോ. ആ കുട്ടികളെ നിങ്ങൾ ആലോചിക്കും. കൈക്കുഞ്ഞുങ്ങളായിട്ട് അമ്മമാര് ഇതിനുള്ളിൽ വന്നിരിക്കണമെങ്കിൽ അവിടെ എത്തിയിട്ടാ. പ്രതിഷേധം പല ഘട്ടങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനുമിടയാക്കി. ഞങ്ങൾക്ക് സാധാരണഗതിയിൽ കറണ്ട് പോകുമ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്ര മിനിറ്റ് കറണ്ട് പോകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉപഭോക്താക്കൾക്കൊക്കെ SMS വരാറുണ്ട്. നിങ്ങൾ കറണ്ട് കട്ട് ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. സർക്കാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു SMS തന്നാലേ ഒരുപാട് രോഗികൾ വെന്റിലേറ്ററിന്റെ ഉപയോഗം ഇപ്പൊ നിങ്ങൾക്കറിയാം. പണ്ടത്തെ പോലെ കുറ്റി വെച്ചിട്ടല്ല, ഈ ഇലക്ട്രിക് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഉപയോഗിക്കണം. ഈ ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ ഈ സാധനം പോകുമ്പോൾ ഇത്ര സമയം എന്നൊക്കെ അറിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് ജനറേറ്റർ എടുത്ത് മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങടെ വരാൻ പറ്റുള്ളൂ. ജനലെ തുറന്നിടാൻ പറ്റില്ല. പാമ്പിന്റെ ശല്യം നിങ്ങൾക്കറിയാം. വലിയ പ്രയാസത്തിലെ നാട്ടുകാരുള്ളത്. ദയവ് ചെയ്തിട്ട് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ മുൻകൂർ ഞങ്ങളെ അറിയിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയിലും നിരന്തരം വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. കനത്ത ചൂടിൽ കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇന്നലെ രാത്രി 11 മണി മുതൽ ഇന്ന് രാവിലെ 6 മണി വരെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും ലൈൻ മാറ്റി ചാർജ് ചെയ്യുവാനും കട്ട് ഓഫായ സംവിധാനം പരിഹരിക്കാനും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ സ്ഥലത്തെത്തി
ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതേസമയം പവർ കട്ടുണ്ടെന്നും തിങ്കളാഴ്ച സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരു ദുരിതം നാട്ടിലെ മുഴുവൻ ആളുകളും അനുഭവിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഈ ആളുകൾ മുഴുവൻ രാവിലെ പണിക്ക് പോകേണ്ടവർ, ഇപ്പൊ ഇനി നാളെ എന്ന് പറയാനില്ല, 3 മണിയായി സമയം, പണിക്ക് പോകേണ്ടവരാണ്. വീട്ടിൽ പണിക്ക് പോയാൽ മാത്രം ജീവിക്കേണ്ട കുടുംബങ്ങൾ പലതുമുണ്ട്. അവരൊക്കെ ഇവിടെ വന്നു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അധികാരികൾ, ഇലക്ട്രിസിറ്റി ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും വീട്ടിൽ പോയി വിശ്രമിക്കുക എന്നത് ശുദ്ധ തമ്മാടിത്തരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയും കണ്ണൂർ ഋഷിദേവ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആത്മീയ പ്രഭാഷണ പരമ്പരയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ ആധ്യാത്മിക പണ്ഡിതൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുനർജന്മവും കർമ്മദോഷവും എന്ന വിഷയത്തിൽ ആചാര്യ ഋഷീശ്വർ ഹരീന്ദ്രനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. ഗുരുജി ഋഷീശ്വർ ഹരീന്ദ്രൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. GNSS ജനറൽ സെക്രട്ടറി മധു K. നായർ, ട്രഷറർ K. മോഹനകൃഷ്ണൻ, സെക്രട്ടറി K. രവീന്ദ്രനാഥൻ നായർ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, സെക്രട്ടറി ശ്രീകുമാർ P. നായർ, ശ്രീധരൻ കുന്നത്ത്, വിനോദ് പുന്ന തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം തലപ്പള്ളി യൂണിയൻ എരുമപ്പെട്ടി ശാഖ 17ാമത് വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MS വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OK പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2ാം വാർഡിൽ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്ക് കഴിഞ്ഞ വർഷത്തെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗീകാരം നേടിയ മിനി കൃഷ്ണനെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആര്യ ഉണ്ണികൃഷ്ണൻ, ശ്രീനാഥ്, മാളവിക എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മുൻ സെക്രട്ടറി AC സുനിൽകുമാർ സംസാരിച്ചു. ചരമം ചാലിശ്ശേരി ഹൈസ്കൂൾ റോഡിൽ കുരിശുപള്ളിക്ക് സമീപം പുലിക്കോട്ടിൽ പരേതനായ ഉട്ടൂപ്പ് മകൻ ഷൈജൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4:30 സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ദീർഘകാലം എറണാകുളം മേത്തർ ബസാറിൽ കച്ചവട സ്ഥാപനം നടത്തിയിരുന്നു. റിട്ടയർഡ് അധ്യാപിക കുഞ്ഞാമ്മ മാതാവാണ്. ആലിക്കര അങ്കണവാടി ടീച്ചർ ഷീജ ഭാര്യയും. സെഫിൻ, സെനിയ എന്നിവർ മക്കളുമാണ്. പോർക്കുളം കക്കാട് വീട്ടിൽ രാധ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടത്തി. ഷൺമുഖൻ ഭർത്താവും, ഷിജു, സുബി, സുഗന്ധി എന്നിവർ മക്കളുമാണ്. തൊഴിയൂർ വാഴപ്പിള്ളി പരേതനായ ചുമ്മാർ ഭാര്യ തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക ഏല്യ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 വയലത്തൂർ സെന്റ് സിറിയക് പള്ളി സെമിത്തേരിയിൽ നടക്കും. ലില്ലി ജോസഫ്, ആനി, ജസ്റ്റിൻ എന്നിവർ മക്കളാണ്. കേച്ചേരി പുളിച്ചാറം വീട്ടിൽ മുഹമ്മദ് കുട്ടി മകൻ ബഷീർ നിര്യാതനായി. 61 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പട്ടിക്കര ഖബർസ്ഥാനിൽ നടക്കും. ഷാജിദ ഭാര്യയും, റാനിയ, ഷാമിൽ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.